ഹലോ വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇതെന്താന്ന് എല്ലാവർക്കും അറിയണ്ടാവും. ഇത് ഓവുലേഷൻ കിറ്റാണ്. അപ്പം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഓവുലേഷൻ ടെസ്റ്റും വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് ഓവ ന്യൂസിന്റെ ഓവുലേഷൻ കിറ്റാണ്. അപ്പൊ ഇതിന്റെ അകത്ത് വരുന്നത് എത്രയാ, 5 പീസാ പ്ലസ് അതിനോട് ഒരു പീസ് ഫ്രീ ആണ്. ടോട്ടൽ 6 പീസസ് ഇതിന്റെ അകത്ത് ഉണ്ടാവും. അപ്പം എന്താ പറയാ, ഇതിന്റെ യൂസേജ് എന്ന് പറയുന്നത് ഇത് നമ്മളിപ്പോ കൺസീവിങ് നമ്മളിപ്പോ കൺസീവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാർ കപ്പിൾസ് ആണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്താന്ന് വിചാരിച്ചാൽ ഇതില് എന്താ നമുക്ക് നമ്മളെ ഓവുലേഷൻ ഡേറ്റ് നമുക്ക് ചിലപ്പോ മനസ്സിലാക്കാൻ പറ്റൂല, ചിലർക്ക് കിട്ടൂല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, ഇത് നമുക്ക് ഇതിൽ വരുന്ന 6 സ്ട്രിപ്സ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ യൂസ് ചെയ്തിട്ട് തീരാനായി. ഇനിയിപ്പോ 1 സ്ട്രിപ്പ് ഉള്ളതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഒരു വീഡിയോ തന്നെ ഇടാന്ന് വിചാരിച്ചത്. അപ്പൊ ഇതിനകത്ത് 6 സ്ട്രിപ്സ് ഉണ്ടാവും. അപ്പം ഇത് ലാസ്റ്റ് പീസാണ് ഇതിനകത്തുള്ളത്. അപ്പം ഓരോ മന്ത് ഓവുലേഷൻ ആ ഒരു സമയമാകുമ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം ഇത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന പോലെ അല്ല, സ്ലൈറ്റ്ലി ഡിഫറൻസ് ഉണ്ട്. കാരണം നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റിൽ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഏർലി മോർണിംഗ് യൂറിൻ സാമ്പിൾ ആണ് എടുക്കുക. പക്ഷെ ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എന്താ പറയാ, ഈ ബോക്സിൽ അതായത് ഈ സ്ട്രിപ്പിൽ നമ്മൾ എങ്ങനെ എടുക്കാന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു രാവിലെ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, പക്ഷെ 2 ഹവർ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന മുന്നേ 2 ഹവറിൽ വെള്ളം കുടിക്കാൻ പാടില്ല. ഓക്കെ, വെള്ളം കുടിക്കാനൊന്നും പാടില്ല. അപ്പം പക്ഷെ ഇതിനൊരു മെയിൻ ഇത് നമുക്ക് പ്രഗ്നൻസി ടെസ്റ്റ് പറഞ്ഞാൽ ഏർലി സാമ്പിൾ തന്നെ വേണം, യൂറിൻ ഏർലി സാമ്പിൾ തന്നെ വേണം. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇതിപ്പോ ഞാനിപ്പോ അധികം ഞാൻ ഉച്ചക്ക് 2 മണിക്ക് ശേഷം ടെസ്റ്റ് ചെയ്യാം. അപ്പൊ ആക്യുറേറ്റ് റിസൾട്ട് കിട്ടും. ഇപ്പൊ പോട്ടെ 2 മണിക്കല്ല, ഇപ്പൊ നിങ്ങൾ 1 മണിക്കാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത നെക്സ്റ്റ് ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സെയിം ടൈമിന് വേണം ടെസ്റ്റ് ചെയ്യാൻ. അപ്പൊ ഇതിനകത്ത് ഉള്ള സാധനം കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ അകത്ത് ഫസ്റ്റ് വരുന്നത് ഒരു ചെറിയൊരു ബ്രോഷറാണ്. അതിൽ നമ്മളെ എന്താ പറയാ പീരിയഡ്സിന്റെ സൈക്കിളും ഓവുലേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട പറഞ്ഞിട്ടുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ടാവും. പിന്നെ വരുന്നത് യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു ഡബ്ബ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പൊ യൂസ് ചെയ്തിട്ട് ഇനി ബാക്കി ഒന്നാണല്ലോ, അതുകൊണ്ട് ഞാനൊരു യൂട്യൂബ് വീഡിയോ ഇടാന്ന് വിചാരിച്ചതാണ്. ഇത് ഒരു സ്ട്രിപ്പ് ഇനി ബാക്കിയുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ബോക്സിന് റേറ്റ് വരുന്നത് 500 റുപ്പീസ് ആണ്. ഓക്കെ, 500 റുപ്പീസ് ആണ്. നമുക്ക് പ്രഗ്നൻസി ടെസ്റ്റ് നമുക്ക് 100 റുപ്പീസിനാലോ അവൈലബിൾ ആണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാല് നമ്മള് മെഡിക്കൽ ഷോപ്പിൽ പോയപ്പോ ഒറ്റ ഉണ്ടായിട്ടുള്ളൂ തോന്നുന്നു ഇത്. അപ്പം 500 റുപ്പീസ് കൊടുത്തിട്ട് നമ്മൾ വാങ്ങിച്ച ഒരു ബോക്സ് ആണ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം. കാരണം നമുക്ക് നമ്മളെ ഓവുലേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഏറ്റവും എളുപ്പമായി ഇതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എങ്ങനെ ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന്. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ അധികം 2 മണിക്കാന്ന് ടെസ്റ്റ് ചെയ്യില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 2 മണിക്കാന്ന് മെന്നാന്ന്. അപ്പം 2 ദിവസം മുന്നേ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോ 2 o'clock ഞാൻ ടെസ്റ്റ് ചെയ്തത്. അപ്പം ഇന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ സെയിം ടൈമിന് തന്നെ ടെസ്റ്റ് ചെയ്യണം. അതാണ് ഇതിന്റെ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓവുലേഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ സ്ലൈറ്റ്ലി ഡിഫറൻസ് ഉണ്ട്. വെള്ളം കുടിക്കാൻ പറ്റില്ല, 2 ഹവർ വെള്ളം കുടിക്കാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയെല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ നിനക്ക് ഇന്നലല്ല മെന്നാന്ന് ടെസ്റ്റ് ചെയ്തപ്പോ എനിക്ക് റിസൾട്ട് കിട്ടിയത് ഇതാണ്. രണ്ട് ലൈന് വന്നിട്ടുണ്ട്. പക്ഷെങ്കിലും വളരെ എന്താ പറയാ വിസിബിൾ ആയിട്ടുള്ള ലൈൻ തന്നെയാണ്, പക്ഷെ കുറച്ച് ലൈറ്റ് ആണ്. അപ്പൊ ഇന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ എന്താ പറയാ അത് കുറച്ചും കൂടി ഡാർക്ക് ആവും. ആൻഡ് ഓവുലേഷന് ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിന്റെ സൈനാണ് ഇത്. ഓവുലേഷൻ കിറ്റാ, പ്രഗ്നൻസി ടെസ്റ്റ് അല്ല. അപ്പം പ്രഗ്നൻസി ടെസ്റ്റ് കിട്ടുന്ന പോലെ തന്നെ 2 ലൈൻ കിട്ടുന്ന പോലെ തന്നെ ഇതിലും നമുക്ക് 2 ലൈന് കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് എങ്ങനെയാ ടെസ്റ്റ് ചെയ്യുക, അങ്ങനെ റിസൾട്ട് കാണിക്കാന്നല്ലോ ഞാൻ വീഡിയോയിൽ പറയാം. ഓക്കെ, ഹലോ വെൽക്കം ബാക്ക്. അപ്പൊ ടൈം ഏകദേശം 2:03 ആയിട്ടുണ്ട്. അപ്പം 2 മണി ആവുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നായിരുന്നു. കാരണം സെയിം ടൈമിന് നമുക്ക് റിസൾട്ട് നോക്കണം. അപ്പം നമുക്ക് ഓവുലേഷൻ നടന്നോ ഇല്ല നമുക്ക് ഇപ്പൊ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ആദ്യം വേണ്ടത് യൂറിൻ ആണ്. പിന്നെ നമ്മൾ ടെസ്റ്റ് കിറ്റിൽ ഉണ്ടായത് ഫില്ലർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക ഒരു 3 ഡ്രോപ്സ് ഇട്ടിച്ചെടുക്കാം.
നമുക്കിനി റിസൾട്ട് നോക്കാം. സോ ഗൈസ്, നമ്മൾ ഓവുലേഷൻ ടെസ്റ്റിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താ നമുക്ക് നോക്കാം. നമുക്കിവിടെ 2 ലൈൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഇറ്റ്സ് പോസിറ്റീവ്, ഓവുലേഷൻ നടക്കുന്നുണ്ടെന്നാണ്. അപ്പം ഗൈസ്, ഇപ്പം ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പം അതിൻ്റെ മീനിങ് 2 ലൈൻ കിട്ടിയപ്പം അതിൻ്റെ മീനിങ് മറ്റേത് കുറച്ച് ലൈറ്റ് കളറാണ്, പക്ഷെ 2 ലൈൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഓവുലേഷൻ ഒന്നിക്ക് ഓവുലേഷൻ ആവാനായി. 2 ലൈൻ വന്നാൽ അത് പോസിറ്റീവാണ്. ഓക്കെ, താങ്ക് യു. അപ്പം ആർക്കെങ്കിലും ഡൗട്ട് റിഗാർഡിങ് ദിസ് ഡൗട്ട് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പം നിങ്ങൾ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന കപ്പിൾസ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, അപ്പം അവർക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തതാണ്. അപ്പം എല്ലാവർക്കും ഇത് നോക്കിയിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഗൈസ്. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഡാർക്ക് ലൈൻ കിട്ടിയിട്ടുണ്ട്, ഒരു ആക്യുറേറ്റ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും.